ഹായ് ഹലോ എല്ലാവർക്കും സിമീസ് കുക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്ക വരട്ടിയത് കൊണ്ട് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ചക്കയുടെ സീസണിൽ ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടയോ കൊഴുക്കട്ട ഒക്കെ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ടൊക്കെ പോകാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ചക്ക വരട്ടിയത് അത് നമുക്ക് ആവശ്യാനുസരിച്ച് അന്നേരം എടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങ ചിരികിയത് ഒരു ഫുൾ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടി മാത്രമേ ഇതിനെടുക്കാവൂ, പുട്ടിൻ്റെ പൊടി എടുക്കരുത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഞാൻ അടുപ്പിൽ പച്ചവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കുന്നത്. ഒരിക്കലും തിളപ്പിക്കാത്ത വെള്ളം ഇത് ഉപയോഗിക്കരുത്. നന്നായി കുഴയ്ക്കാനും പറ്റില്ല, അത് ഹാർഡായിട്ടുള്ള കുഴക്കട്ടേ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിനാണ് സ്പൂണോ ഒരു തടിയുടെ തവിയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം. അപ്പോൾ കുറേശ്ശെ ചൂട് അതിൻ്റെ മാറുന്നതനുസരിച്ച് നമുക്ക് കൈ ഉപയോഗിച്ച് കുഴയ്ക്കാവുന്നതാണ്. ഈ സമയത്തും തന്നെ അതിന് നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന ഒരു പിടി തേങ്ങ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇടുന്നത് ആ കൂട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം. ജീരകവും അതുപോലെ തന്നെ കൂടുതലായിട്ട് ആവശ്യമുള്ളവർ അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. മാവെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് അടുത്തൊരു 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം. അകത്തെ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. അതിനുവേണ്ടി ബാക്കിയുള്ള തേങ്ങയ്ക്കകത്ത് ഞാൻ ചക്ക വരട്ടിയത് 2 സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതും കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം ചക്ക വരട്ടിയത് ഉപയോഗിച്ച് എടുക്കുന്ന ഉടനെ അത് ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കും. അതുകൊണ്ട് ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ചക്ക വരട്ടിയതിൻ്റെ കുറച്ച് കുറവ് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ മധുരം കൂടുതലായിട്ട് വേണ്ടവർ ചക്ക വരട്ടിയത് കൂടുതലായിട്ട് ഇട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മുമ്പിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കി അത് എടുക്കണം. കുഴക്കട്ടയ്ക്ക് എത്ര വലുപ്പം നിങ്ങൾക്ക് വേണോ അത്രയും വലുപ്പത്തിൽ അത് ഉരുളകളാക്കി നമുക്കത് എടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈ ഒന്ന് നനച്ച് കൊടുക്കുന്നതിന് കുറച്ച് പച്ചവെള്ളം നമുക്ക് അടുത്ത് തന്നെ അത് വെച്ചിരിക്കണം. ഇനി നമുക്കത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഇത്രയും വലുപ്പമുള്ള ഉരുളകളാണ് എടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ട് ഇത് കൈവെള്ളയിലൊന്ന് ആക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കണം. കുഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഴി കൂടുതലായിട്ട് കുഴിഞ്ഞു പോകരുത്. കാരണം നമ്മൾ ഫില്ലിങ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടി പുറത്തോട്ട് അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ വേണം അത് കുഴിച്ചെടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയുടെ കൂട്ട് അതിനകത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലൊന്ന് മുകളിലോട്ടാക്കി പ്രസ് ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കണം. അഥവാ നിങ്ങൾക്ക് അതിൻ്റെ പുറമൊക്കെ ഒന്ന് പൊട്ടിപ്പോന്നു തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മാവ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ കുഴക്കട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ചക്ക വരട്ടേണ്ടത് അല്ലാതെ തന്നെ നമുക്ക് തേങ്ങയും ശർക്കര വെച്ചിട്ടും പിന്നെ ഉണ്ട ശർക്കര വെച്ചിട്ടും ഒക്കെ ഇതേപോലെ കുഴക്കട്ട ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാം ഞാൻ ഉരുളകളാക്കി അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി കുഴക്കട്ട എല്ലാം തയ്യാറാക്കുകയാണ്. കുഴക്കട്ട ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇഡലി കുക്കറിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം കുഴക്കട്ട ഉണ്ടാക്കുന്നത് ഇഡലി കുട്ടകത്തിനകത്താണ്. അതാണ്ട് അത് നല്ലപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്.
നന്നായി വെള്ളം തിളച്ച് വന്നിട്ടാണ് നമ്മൾ ഒരു തട്ട് വെച്ച് അതിനകത്ത് കുഴക്കട്ട ഇട്ട് കൊടുക്കാവൂ. ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുപ്പിച്ചടുപ്പിച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ഗ്യാപ്പെങ്കിലും വേണം ഓരോ കുഴക്കട്ടയും വെക്കുമ്പോൾ. എനിക്ക് മൊത്തം 8 കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ കുഴക്കട്ടയെല്ലാം പറക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്ന് നോക്കുകയാണ്. ഒരു പപ്പടം കുത്തിയോ ഈർക്കിലോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലൊന്ന് കുത്തി നോക്കുക. മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഴക്കട്ടയൊക്കെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ 2 പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മുറിച്ച് നോക്കാം ഇതിനകം എങ്ങനെ വെന്തിരിക്കുന്നു എന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കുഴക്കട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ മാവ് ഒരുവിധം വെന്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് കൂടെ ചേർത്തിട്ടൊന്ന് വേവുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇതുവരെ ചക്ക വരട്ടി കൊണ്ട് കുഴക്കട്ട തയ്യാറാക്കിയിട്ടില്ലാത്തവരെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.